ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മുടെ ബിഗ് ബോസിൽ പുതിയൊരാൾ കയറിയിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ രതീഷാണ്. പുറത്തു പോയ ആളാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പുറത്തു പോയ ആളാണ്. ഇപ്പം എന്തായാലും അകത്തോട്ട് കയറിയിട്ടുണ്ട്. കണ്ടസ്റ്റന്റ് ആയിട്ടാണോ അതോ ഗസ്റ്റ് ആയിട്ടാണോ എന്നുള്ളത് അറിയില്ല. അത് വ്യക്തമായിട്ട് പ്രോമോയിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും രതീഷിനെയും ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാനാണോ? അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, ജിൻഡോയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ജിൻഡോയ്ക്ക് തലചായ്ക്കാൻ ഒരു ഇത് വേണോ എന്ന് ചോദിച്ചിട്ടാണ് ലാലേട്ടൻ എന്താണ് അകത്തോട്ട് ഇതാക്കണത്. അവർ സീക്രട്ട് റൂമിൽ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് ജിൻഡോന്റെ അടുത്താണ് പറയുന്നത്, തല ചായ്ക്കാൻ ഇങ്ങനെ ഒരാൾ വേണമെന്ന് ജിൻഡോയ്ക്ക് തോന്നുന്നുണ്ടോ, ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജിൻഡോ വേണം, എനിക്കത് ഭയങ്കരമായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ തന്നെയാണ് അകത്തോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് കാണിക്കാം കേട്ടോ. അതിൽ മുഖംമൂടിയൊക്കെ ധരിച്ച് കറുത്തൊരു വേഷമൊക്കെ ധരിച്ചിട്ടാണ് രതീഷ് വരുന്നത്. എന്തായാലും രതീഷിന് വേറെ നല്ല മാസ് എൻട്രി തന്നെയാണ് കേട്ടോ. അപ്പോൾ രതീഷ് സിജോനെ പോലെ ആവാതിരിക്കട്ടെ, രതീഷ് സിബിനെ പോലെ ആയിരിക്കട്ടെ. സിബിൻ വന്നപ്പോൾ നല്ല കോലിളക്കം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ രതീഷ് രണ്ടാമത് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ രതീഷ് എന്തായാലും കോലിളക്കം സൃഷ്ടിക്കുന്ന ഒരു ഇതായി മാറട്ടെ, ഗബ്രിക്കും ജാസ്മിനൊക്കെ ഒരു ഇതാവട്ടെ എന്നുള്ളത് നമുക്ക് ആശംസിക്കാം. അല്ലാതെ സിജോയൊക്കെ കയറിയ പോലെ, സിജോ സായൊക്കെ വന്ന പോലെ അവിടെ ഒതുങ്ങിക്കൂടി ഇരുന്ന് ജിൻഡോനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ജിൻഡോനെ മാത്രം കുറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു ഇതാവാതിരിക്കട്ടെ. എന്താ പറയുക, ജിൻഡോയ്ക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ആ ചെറിയൊരു ക്ലിപ്പ് ഇവിടെ കാണിക്കാം. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. വരുന്നതിൻ്റെ രതീഷ് വരുന്നതിൻ്റെ ആ ഒരു ഇത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കാണാം. മുഹമ്മൂടി മാറ്റിക്കോളൂ. അപ്പോൾ എന്തായാലും ഞാനിതാ ചെറിയ ക്ലിപ്പ് കാണിച്ച് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും രതീഷിന്റെ വരവ് ജിൻഡോയ്ക്ക് ഒരു കൂട്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ജിൻഡോ ഒറ്റപ്പെടലിൽ നിന്ന് കുറച്ചിതാവട്ടെ. എത്ര ഒറ്റപ്പെടലാണെങ്കിലും ജിൻഡോ അവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. അവിടെ മത്സരാർത്ഥികൾ ഒറ്റപ്പെടുത്തും തോറും പുറത്ത് ജിൻഡോയ്ക്ക് എന്തായാലും സപ്പോർട്ട് കൂടെയാണ്, അതിന് യാതൊരു സംശയമില്ല. എന്തായാലും രതീഷിന്റെ വരവ് ജിൻഡോയ്ക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഒന്നുകൂടെ കൊടുക്കട്ടെ എന്ന് നമുക്ക് ഇതായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കിനി പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം, ഇന്നത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.